നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൂര്യന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റു പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും സൂര്യനിലെ ശക്തമായ ഭൂകാന്തിക കാറ്റുകൾ ഉപഗ്രഹങ്ങളിൽ നേരിട്ട് പ്രതിഫലിക്കുന്നതിനാൽ അവ പവർ ഗ്രിഡുകളുടെ പ്രവർത്തനങ്ങൾക്കും തടസ്സം വരുത്തുന്നു എന്ന വാർത്തകൾ അടുത്തിടെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഇപ്പോഴത്തെ 2025-ലും സൗരപ്രവർത്തനങ്ങൾ തീവ്രതയൊട്ടും കുറയാതെ തുടരുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സൂര്യനിൽ 11 വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഭാസമാണ് സൗരചക്രം. ഇതിന്റെ ഇപ്പോഴത്തെ ഘട്ടമായ സൗരചക്രം 25-ൽ സോളാർ മാക്സിമം അതിന്റെ പാരമ്യത്തിലെത്തുമെന്നാണ് വിവരം. ഈ സമയത്തുണ്ടാകുന്ന ശക്തമായ സൗരജ്വാലകൾ, കൊറോണൽ മാസ് ഇജക്ഷനുകൾ, സൗരവാതത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ എന്നിവ ഭൂമിയിലെ സാധാരണ അന്തരീക്ഷത്തെയും സാങ്കേതിക വിദ്യയെയും കാര്യമായി ബാധിക്കും. സൗരചക്ര 25 സൂര്യനിൽ നിന്ന് 11 വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഭാസമാണ് സൗരചക്രം. ഇതിന്റെ ഇപ്പോഴത്തെ ഘട്ടമാണ് സൗരചക്രം 25. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന വിവരമനുസരിച്ച് വർദ്ധിച്ചു വരുന്ന സൗരകളങ്കങ്ങൾ ഇക്കാലത്തുണ്ടാകും. ഇത് കടുത്ത സൗര കൊടുങ്കാറ്റുകൾക്കും കാരണമാകും. സൗരചക്ര 25-ന്റെ പാരമ്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും 2014-ൽ സംഭവിച്ച സൗരചക്രത്തിന്റെ പാരമ്യാവസ്ഥ 24-ൽ മറികടന്നിരുന്നു. വരുന്ന ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ. സൗരചക്രം 25-ൽ ഭൂമിയെ കാത്തിരിക്കുന്ന പ്രതിഭാസങ്ങൾ ഇവയാണ്. ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ കൃത്രിമ ഉപഗ്രഹങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളെയും ബാധിച്ചേക്കാം. പവർ ഗ്രിഡുകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ ഇവയും തകരാറിലാകാം. മനോഹരമായ ധ്രുവദീപ്തികൾ, പൂർണ്ണ സൂര്യഗ്രഹണം 2025-ൽ ഉണ്ടാകില്ല. എന്നാൽ മാർച്ച് സെപ്റ്റംബർ മാസങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണം ഉണ്ടാകാം. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ഇത് ദൃശ്യമാകും. സൗരപ്രവർത്തനങ്ങളിലെ വർധനവിനൊപ്പം ഭംഗിയേറിയ ആകാശ കാഴ്ചകൾ ലഭിക്കും. സൂര്യനിൽ നിന്നുള്ള കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയം കാരണം ഭൂമിയിലെ വാതക തന്മാത്രകളിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ധ്രുവദീപ്തി ഉണ്ടാകാം. സൗരചക്രങ്ങളുടെ അവസാനം മനോഹരമായ ധ്രുവദീപ്തികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്ര തെളിവുകൾ പറയുന്നത്. 2025-ലും അത്തരം കാഴ്ചകൾ കാണാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ സോളാർ ഓർബിറ്റർ അടക്കം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കൃത്യമായി സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ സൗരചക്രം നൽകുന്ന അവസരങ്ങളും വെല്ലുവിളികളും പഠന വിധേയമാക്കാൻ ഒരുക്കമാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഒരുക്കുന്ന ഒരു 2025 തന്നെയാകും ലോകം കാണുക എന്നാണ് സൂചന. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ സൂചനകൾ ലഭ്യമായിരുന്നു. ഡിസംബർ 23-ന് ബെൽജിയത്തിലെ റോയൽ ഒബ്സർവേറ്ററിയും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനും സൺസ്പോട്ട് 341 എന്ന് പേരിട്ട സൂര്യനിലെ സൗരകളങ്കങ്ങളുടെ കൂട്ടത്തിൽ നിന്നും M9.0 എന്ന പേരിട്ട ഒരു സൗരജ്വാല പൊട്ടിത്തെറിച്ചതായും വെളിപ്പെടുത്തിയിരുന്നു. ഇത് ക്രിസ്മസ് ദിവസം ചെറിയൊരു ഭൂകാന്തിക കൊടുങ്കാറ്റിന് കാരണമായെന്നും കണ്ടെത്തിയിരുന്നു.